അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അമൽ, ഗുഡ് മോർണിംഗ്. സമഗ്രമായ എല്ലാ കാര്യങ്ങളും മാതൃഭൂമി സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി. ഇനി വോട്ടെണ്ണലിന്റെ വിവരങ്ങൾ അതെങ്ങനെയൊക്കെ ആയിരിക്കും, കേന്ദ്രങ്ങൾ എങ്ങനെ, ആ ക്രമീകരണങ്ങൾ കൂടി പറയൂ അമൽ. മോദി, സംസ്ഥാനത്ത് ആകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. ഇതിൻ്റെ ഒരു രീതി പരിശോധിച്ചാൽ ആദ്യം ഈ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത്. അതിൽ ജില്ലാ പഞ്ചായത്തിലെ വോട്ടുകൾ മാത്രം കളക്ടറേറ്റിൽ എണ്ണും, ബാക്കി വോട്ടുകൾ അതാത് സ്ഥലങ്ങളിൽ എണ്ണും. അതായത് ബാക്കിയുള്ള പോസ്റ്റൽ വോട്ടുകൾ, അതായത് ബ്ലോക്ക് പഞ്ചായത്തിലെയും ഗ്രാമപഞ്ചായത്തിലെയും ഈ കോർപ്പറേഷനിലെയും വോട്ടുകളൊക്കെ അതാത് സ്ഥലങ്ങളിൽ എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കും എണ്ണുക, ബ്ലോക്കുകളിലായിരിക്കും എണ്ണുക. അങ്ങനെ 244 കേന്ദ്രങ്ങളുണ്ട്. ഏറ്റവും പരമാവധി നമ്മൾ കാത്തിരിക്കേണ്ടി വരിക ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. 2 മണിയോടാകുമ്പോൾ പൂർണ്ണമായ റിസൾട്ടും പ്രസിദ്ധീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. ഈ വോട്ടിംഗ് മെഷീൻ ക്രമീകരിക്കുന്നത്, ഈ ബൂത്തുകൾ എത്ര ബൂത്തുകളുണ്ടോ, തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഇപ്പോൾ 100 വാർഡുകളാണ്, 101 വാർഡുകളാണുള്ളത്. ആ 101 വാർഡുകളുടെയും ഫലം ഏകദേശം ഒരേ സമയം ഒക്കെ തന്നെ പുറത്തു വരാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്രയധികം ടേബിളുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും വാശിയേറിയ പോരാട്ടമാണ് നടന്നത്. വോട്ടിംഗ് പെർസെൻറ്റേജൊക്കെ വലിയൊരു കുറവ് എന്നൊന്നും പറയാനില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി ക്രമാതീതമായി ഉണ്ടാകുന്ന ഒരു കുറവുണ്ട്. ഇങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും വളരെ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. അത് ഇപ്പോൾ 73 ഉണ്ട്. കഴിഞ്ഞ 76 ആയിരുന്നു. തെക്കൻ കേരളത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ വടക്കൻ കേരളത്തിലെ സ്ഥിതി അതല്ല. CK വിജയനൊക്കെ ഇന്നലെ ഓടി നടന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അവിടുത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്നും ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തിരുവനന്തപുരത്ത് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ വോട്ടിംഗ് കുറഞ്ഞതിന് കാരണം എന്ത് എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ കൂട്ടലും കഴിക്കലിൻ്റെയും മണിക്കൂറുകളൊക്കെ കഴിഞ്ഞു പോയി. എല്ലാവരും ഒരേപോലെ ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയാണ്. വാശിയേറിയ പോരാട്ടം നടന്ന ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ആര് പിടിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ജില്ലാ പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത്, ഇവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെയിലറാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഗ്രാമപഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, മുനിസിപ്പാലിറ്റിയൊക്കെ അതിനും അപ്പുറത്തേക്ക് ഈ പറയുന്ന രാഷ്ട്രീയ വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് വ്യക്തിപരമായ ബന്ധങ്ങളൊക്കെ വെച്ചുള്ള വോട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും മറ്റിടങ്ങളിലേക്ക്, ഇപ്പോൾ ആദ്യം പറഞ്ഞ സ്ഥലങ്ങളിലേക്കുള്ള ഒരു ഫലം എന്ന് പറയുന്നത് വളരെ നിർണായകം തന്നെയാണ്. അതിനാൽ തന്നെ വലിയ ആശങ്കയോടും ആകാംക്ഷയോടും കൂടിയാണ് മുന്നണികളെല്ലാം കാത്തിരിക്കുന്നത്. ഇനി കാത്തിരിപ്പിന് അധികം സമയം ഉണ്ടാകില്ല. സ്ഥാനാർത്ഥികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ വോട്ടും എങ്ങനെ തനിക്ക് വീണിട്ടുണ്ടോ എന്നുള്ള അവരോട് അന്വേഷിക്കുന്നതും അതോടൊപ്പം തന്നെ അതിന്റെ കണക്കെടുപ്പും എല്ലാം പൂർത്തിയാക്കി കാത്തിരിക്കും. ജന മനസ്സ് നമുക്ക് നേരത്തെ കൂട്ടി പറയാനേ പറ്റില്ല അമൽ. അതുകൊണ്ട് തന്നെ ഈ കാത്തിരിപ്പ് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്നത് വരെ തുടർന്നേ മതിയാവും. ഈ ആശങ്ക കുറയ്ക്കാൻ ഇവർക്ക് എന്തെങ്കിലും മാർഗ്ഗങ്ങൾ സ്വീകരിച്ചോട്ടെ. പിന്നെ ആത്മവിശ്വാസം അതെല്ലാവർക്കും ആവാം. അതെങ്ങനെയെന്നത് വിധി വരുമ്പോൾ മാത്രം അറിയാം.